എല്ലാവർക്കും നമസ്കാരം. ആത്മീയം ജഗന്നാഥനിലൂടെ മുരുകൻ്റെ ശബ്ദം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം. ശ്ലോകം 1. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ശ്ലോകത്തിൻ്റെ അർത്ഥം ലളിതമായി പറയുന്നത്, ധൃതരാഷ്ട്രർ പറഞ്ഞു, ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്താണ് ചെയ്തത് സഞ്ജയ. ഈ ശ്ലോകം കൊണ്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് ധൃതരാഷ്ട്രറാണ്. അദ്ദേഹം അന്ധനായ രാജാവാണ്. ധൃതരാഷ്ട്രർ തൻ്റെ ദാസനായ സഞ്ജയൻ അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ്. ധൃതരാഷ്ട്രർ കുരുക്ഷേത്രത്തെ ധർമ്മക്ഷേത്രം എന്ന് വിളിക്കുന്നു. ഇത് വളരെ ആഴമുള്ള അർത്ഥം ഉൾക്കൊള്ളുന്നു. ധർമ്മം നിലനിൽക്കുന്ന ഭൂമി, സത്യം, നീതി, കർമ്മഫലം പ്രവർത്തിക്കുന്ന സ്ഥലം. ധൃതരാഷ്ട്രയുടെ മനസ്സിൽ ഒരു ഭയമുണ്ടായിരുന്നു. ധർമ്മഭൂമിയിൽ യുദ്ധം നടന്നാൽ ധർമ്മത്തിൻ്റെ പക്ഷമായ പാണ്ഡവർക്ക് ജയം ലഭിക്കുമോ എന്ന്. മാമക എൻ്റെവർ. ധൃതരാഷ്ട്രർ പറയുന്നു, മാമക എൻ്റെ പുത്രന്മാർ, പാണ്ഡവന്മാർ. ഇവിടെ പോലും മമതയും പക്ഷപാതവും വ്യക്തമാണ്. പാണ്ഡവന്മാരെയും തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാക്കി അദ്ദേഹം കാണുന്നില്ല. ഈ ആദ്യ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത്, ധർമ്മഭൂമിയിൽ നിന്നാൽ ധർമ്മം തന്നെ തീരുമാനമെടുക്കും. പക്ഷപാതം, അഹങ്കാരം, മമത ഇവയെല്ലാം അന്ധതയാകുന്നു. ജീവിതത്തിലെ യുദ്ധങ്ങളെല്ലാം ഒരു കുരുക്ഷേത്രമാണ്. നീതി നിൽക്കുന്നിടത്ത് ദൈവകൃപ സ്വയം എത്തും. നന്ദി, നമസ്കാരം.